ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചിട്ടാണ്. ഈ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ഓരോ ദിവസം ചെല്ലും തോറും പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് വരുന്നത്. ഓഗസ്റ്റ് 13 മറ്റോ പത്തനംതിട്ട സ്വദേശിയായ മുരളീധരന് ഒരു വാട്സപ്പ് കോള് വരുന്നു. അദ്ദേഹം ആ വാട്സപ്പ് കോള് അറ്റൻഡ് ചെയ്യുന്നു. അപ്പുറത്ത് നിന്ന് ഞാൻ DYSP വിക്രമാണെന്ന് പരിചയപ്പെടുത്തുന്നു. ശ്രീലക്ഷ്മിയുടെ അച്ഛനല്ലേ എന്ന് ചോദ്യം. ഈ മുരളീധരൻ്റെ മകളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ആ കുട്ടി ഹൈദരാബാദിൽ നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത്. മുരളീധരൻ അതേന്ന് പറയുന്നു. നിങ്ങളുടെ മകൾ ശ്രീലക്ഷ്മി ചില ഇഷ്യൂകൾ കാരണം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. താങ്കൾ പെട്ടെന്ന് തന്നെ ആൻസർ തരണം, ഫോൺ കട്ട് ചെയ്തതെന്നൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ ഫോൺ കട്ട് ചെയ്യും, എനിക്ക് കോളേജിലേക്ക് വിളിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ഫോൺ കട്ട് ചെയ്യരുത്. ഫോൺ കട്ട് ചെയ്താൽ നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ അപകടത്തിലാവും. ഞങ്ങൾ അടുത്ത അതോറിറ്റിക്ക് കുട്ടിയെ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അവരുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ഡൽഹിയിലേക്ക് പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മുരളീധരനെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ മുരളീധരൻ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. ഫോൺ കട്ട് ചെയ്യുന്നു. ആദ്യം ആ കുട്ടീനെ വിളിച്ചു നോക്കുന്നു. പക്ഷേ കുട്ടീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചെറിയൊരു പേടിയുണ്ട്. എന്നാലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു കുട്ടീനെ ആ സമയത്ത് വിളിച്ചാൽ കിട്ടില്ല. നേരം 11:30 ക്ലാസ്സിലായിരിക്കുന്നു ഒക്കെ ഏകദേശം അറിയാമായിരുന്നു. അദ്ദേഹം നേരെ കോളേജ് അതോറിറ്റിയുമായി ബന്ധപ്പെടുന്നു. ആ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഒരു തൃശ്ശൂർകാരിയായിരുന്നു. ഇദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ആ പ്രിൻസിപ്പളെ അറിയായിരുന്നു. പിന്നെ എന്താ ഉണ്ടായെന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്ന വാക്കുകളിലേക്ക്. സാർ, ഞാൻ ഇവിടുന്ന് കൊല്ലം വരെ ഒരു ആവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മൂന്നാംകുറ്റി ഭാഗത്ത് നിന്നപ്പോൾ ട്രാഫിക്കിൽ വെച്ചിട്ടാണ് എനിക്കൊരു കോൾ വരുന്നത്. DYSP എന്ന് പറഞ്ഞാൽ വാട്സപ്പ് കോളാണ് വരുന്നത്. അപ്പോൾ DYSPയുടെ ഒരു പടം യൂണിഫോം കൂട്ടി പടം വയ്ക്കുമ്പോൾ നമ്മളൊന്ന് ഭയപ്പെടുമല്ലോ. പ്രത്യേകിച്ച് മോള് അന്യനാട്ടിൽ പഠിക്കുന്നു. ആ ഭയത്തോട് ഞാൻ വണ്ടി ഒതുക്കി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ 3 കുട്ടികൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ 2 കുട്ടികളെ അവരുടെ പിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ റിലീസ് ചെയ്തു. പക്ഷേ താങ്കളുടെ മകൾ ശ്രീലക്ഷ്മി, പേരുൾപ്പെടെയാണ് പറയുന്നത്, ശ്രീലക്ഷ്മി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ചില ഇഷ്യൂസുമായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തതാണ്. താങ്കൾ പെട്ടെന്ന് തന്നെ ഇതിന് ആൻസർ തരണം, ഫോൺ കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്യും. കാര്യം കുട്ടി പഠിക്കുന്ന കോളേജിൽ എനിക്ക് എൻക്വയറി നടത്തണമല്ലോ. ഫോൺ കട്ട് ചെയ്താൽ കുട്ടിയുടെ ജീവൻ അപകടത്തിൽ. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് കുട്ടിയെ ട്രാൻസ്ഫർ ചെയ്യും, അടുത്ത അതോറിറ്റിക്ക്. പിന്നെ നിങ്ങൾക്ക് പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ പോകേണ്ടി വരുന്നു. ഡൽഹിയിലോട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. ഹിന്ദിയിലാണ്. എനിക്ക് ഹിന്ദി അറിയാവുന്ന ഒരു ഭാഗ്യമായി. എന്തായാലും ഉടനെ തന്നെ ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ മകളിലെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് എനിക്ക് പേടി. കാര്യം എനിക്കറിയാൻ കിട്ടത്തില്ല. 11:30 അവിടെ ക്ലാസ് ടൈമാണ്. എന്തായാലും ശരി, കോളേജ് അതോറിറ്റിയോട് ഞാൻ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് മോളെ എനിക്ക് ലൈനിൽ കിട്ടിയേ പറ്റുള്ളൂ. എന്തായാലും അവർ പെട്ടെന്ന് പ്രിൻസിപ്പൾ, തൃശ്ശൂരുള്ളൊരു ലേഡിയാണ് പ്രിൻസിപ്പൾ, മലയാളി ആയതുകൊണ്ട് എന്നെ പേഴ്സണലായിട്ട് അറിയാം. അവർ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ, കുഞ്ഞിനൊപ്പം മെഡിക്കൽ കോളേജിൽ ക്ലാസ് നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് എന്തായാലും അവരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കണക്റ്റിംഗ് കോൾ കിട്ടി. കുഞ്ഞിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു ഫോണിൽ കൂടെ. DYSP വിക്രത്തിനെ വിളിച്ചു. അദ്ദേഹം ഒരു 4 കോൾ എന്നെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് അറിഞ്ഞ ശേഷം എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാനൊന്ന് വിളിച്ച് ഞാനൊന്നും കുട്ടിയെ കിട്ടിയായിട്ട് ഞാൻ ഭാവിക്കാതെ വിളിച്ചു. അപ്പോൾ അവർ സാമ്പത്തികമാണ് അവരുടെ ആവശ്യം. കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഞങ്ങൾ ബെയിൽ തരാം, പ്രശ്നമില്ല. മറ്റേ 2 പേരും പൈസ തന്നിട്ടാണ് അവർക്ക് ബെയിൽ കൊടുത്തേക്കുന്നത്. പൈസ ട്രാൻസ്ഫർ ചെയ്തു നിങ്ങളുടെ കുട്ടിക്കും. പക്ഷേ ഞാൻ അപ്പോഴത്തേക്ക് കുട്ടി ഇവിടെ ഉണ്ടെന്ന് ഇൻഫോം എനിക്ക് കിട്ടി. പിന്നെ അതുകൂടാതെ ഹൈദരാബാദിൽ എൻ്റെ ഒരു കസിൻ്റെ വൈഫ് അവിടെ ഡിഫൻസിലുണ്ടായിരുന്നു. അവർ വഴി മൂവ്മെൻറ്റ് നടത്തി. അവരവിടെ കാര്യങ്ങൾ നീക്കം. പേടിക്കേണ്ടത് എനിക്ക് കിട്ടും. ഇപ്പോൾ തന്നെ പ്രിൻസിപ്പളിന് ഇതേ അനുഭവം ഉണ്ടായി ഒരാഴ്ച മുമ്പ്. അത് വീഡിയോ കോളായിരുന്നു പറഞ്ഞു. എന്തായാലും മുരളീധരനെ കോളേജ് അതോറിറ്റിയുമായി ബന്ധപ്പെടാൻ തോന്നിയത് നന്നായി. പ്രിൻസിപ്പളെ അറിയാവുന്നത് നന്നായി. ഇവർ പറയുന്നത് കേട്ടിട്ട് പേടിച്ചിരുന്നെങ്കിലോ? ഇവർ പറയണ ക്യാഷ് കൊടുത്തിരുന്നെങ്കിൽ കയ്യിലുള്ള ക്യാഷും പോയേനെ, ഉള്ള മാനം പോയേനെ. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പേരൻസ് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസ് തട്ടിപ്പിനിരയായാൽ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ 1930 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് അവരെ അറിയിക്കുക, കേസ് രജിസ്റ്റർ ചെയ്യുക. ദയവേത് എല്ലാവരും ജാഗ്രതയോട് കൂടിയിട്ടിരിക്കുക. പല വഴിക്ക് പലതരത്തിലാണ് ഇത്തരം തട്ടിപ്പുകാർ വരുന്നത്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഈ തട്ടിപ്പിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തഭിപ്രായമായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. ഈ ടോപ്പിക്ക് ഞാനിന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.